നമുക്ക് നോക്കാം ഓരോ വാർത്തകളും. ആദ്യം പോകുന്നത് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുരാചന്ദ്പൂരിലും ഇംഫാലിലും സന്ദർശനം നടത്തും. മണിപ്പൂർ കലാപത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത നടപടിയെന്ന ആരോപണം ഉൾപ്പെടെ ഉയർത്തി കടുത്ത വിമർശനവുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 2.25 വർഷത്തിന് ശേഷം ഈ മണിപ്പൂർ കലാപമുണ്ടായി. 2.25 വർഷത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ പ്രത്യേകത പ്രാധാന്യമുള്ളത്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്, വിമർശനമുണ്ട്, അവർ പ്രതിഷേധിക്കും എന്നതടക്കം പ്രഖ്യാപനം നടത്തുന്നതൊക്കെ. അവിടുത്തെ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ER? ആര്യ, ഗുഡ് മോർണിംഗ്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയപ്പോൾ 2 വർഷവും 4 മാസവും പിന്നിട്ടു. ഈ കാലയളവിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 12:15 അദ്ദേഹം ചുരാചന്ദ്പൂരിലെത്തുക. 2 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഒന്ന് ചുരാചന്ദ്പൂരിലാണ്. അവിടെ 12:15 പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലെത്തും. പ്രധാനമന്ത്രി ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതിൽ തന്നെ ആദ്യം മിസോറാമിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. മിസോറാമിൽ വിവിധ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകിച്ച് ഐസ്വാളിനും ഡൽഹിക്കുമിടയിലുള്ള ആദ്യ രാജധാനി എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ മിസോറാമിലെ പരിപാടികൾ കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. ചുരാചന്ദ്പൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. അവിടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ 7200 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ചുരാചന്ദ്പൂരിലാണ്. ചുരാചന്ദ്പൂരിന്റെ പ്രത്യേകത, ഇത് കുക്കി ഭൂരിപക്ഷ മേഖലയാണ്, കലാപം നടന്നൊരു പ്രദേശമാണ്. ഇവിടെ സ്വാഭാവികമായും പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇംഫാലിലേക്ക് എത്തുക. ഇംഫാലിന്റെ പ്രത്യേകത തലസ്ഥാനമാണ് എന്നതിലുപരി അത് മെയ്തേയ്കളുടെ ഭൂരിപക്ഷ മേഖലയാണ്, മെയ്തേയ്കൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയും വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1300 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2-3 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന കാര്യം ഏറ്റവും നിർണായകമാണ്. കാര്യം നിലവിൽ ഇപ്പോഴും അത്തരത്തിൽ ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടായിട്ടില്ല. സംഘർഷത്തിൽ കുറവ് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും പഴയ പോലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പലരും ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നു. ഏതാണ്ട് 57,000-ലധികം ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. കാരണം അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്കി ഭൂരിപക്ഷ മേഖലയിലേക്ക് മെയ്തേ വിഭാഗത്തിലുള്ളവർക്ക് ഇപ്പോഴും പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ മാറ്റം വരാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം, ഇടപെടലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വഴി തുറക്കുക എന്നാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ ഇവരൊക്കെയായി തന്നെ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചയിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, അതായത് നിലവിൽ വെടിനിർത്തൽ കരാർ പോലുള്ള ചില നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ സമവായത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാനും സംഘർഷം ലഘൂകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടത്തിക്കൊണ്ട് ഇവർ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതുണ്ട്. അതേതായാലും നിലവിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രി എന്തു പറയും ആ വിഷയത്തിൽ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അവിടെ സംസ്ഥാനത്ത് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു സർക്കാർ ഇനി വരേണ്ടതുണ്ട്. അതോ ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ഈ കലാപം തുടങ്ങിയ ശേഷമുള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ 260 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കലാപമാണ് മണിപ്പൂരിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യമായി എത്തുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം പ്രധാനമന്ത്രി പോകാത്തത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്, വിമർശന വിധേയമായതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഭരണഘടന അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഈ വിഷയം ഉന്നയിച്ചതാണ്. വിവിധ സംഘടനകൾ ഈ ആവശ്യം, പ്രധാനമന്ത്രി എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അപ്പോൾ പോലും അത്തരമൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി രാഷ്ട്രീയ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ
2014 ശേഷം നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ BJP ആദ്യമായി ഭരണം പിടിക്കുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നു. 2022 ലോക്സഭയിലേക്കും അവർക്ക് അവിടെ സീറ്റുകൾ കിട്ടുന്നു. പക്ഷേ 2024 നോക്കുകയാണെങ്കിൽ അവർ കൈവശമുണ്ടായിരുന്ന സീറ്റുകളൊക്കെ തന്നെ 2 സീറ്റുകളും കൈവിട്ടു പോകുന്നതാണ് NDA സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം കണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായി തിരിച്ചടിയും മണിപ്പൂരിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും ഈ സന്ദർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഏതായാലും രംഗത്ത് വന്നിട്ടുണ്ട്. കടുത്ത വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 3 മണിക്കൂർ കൊണ്ട് മണിപ്പൂരിനുണ്ടായ മുറിവ് ഉണക്കാൻ കഴിയില്ല എന്ന പ്രതികരണം, വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഏതായാലും ഉണ്ടായിട്ടുള്ളത്. ആര്യ, തീർച്ചയായും രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്ത് സംസാരിക്കും, എന്ത് പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരുചേരികളായി വിഘടിച്ച് നിൽക്കുന്ന കുക്കി മേദി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുവാൻ, അവിടുത്തെ സംഘർഷത്തിന് സാഹചര്യം ഇപ്പോൾ ഒന്ന് അയഞ്ഞു നിൽക്കുകയാണെങ്കിലും അവർ ഇപ്പോഴും ഇരുചേരികളിലായി തന്നെ നിൽക്കുകയാണ്. അവരെ ഒന്നിപ്പിക്കാൻ, അവിടെ പൂർണ്ണമായി ശാന്തി നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, എന്ത് വിഷയത്തിൽ, ഏത് തരത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കും, നിലപാടെടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഏറെ ആകാംക്ഷ നിലനിൽക്കുകയാണ്.